ഹായ്, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് അഭിനയ പ്രതിഭകളാണ് ലാലേട്ടനും മമ്മൂക്കിയും. ഈ അടുത്ത കാലത്തൊന്നും ഇവരുടെ സിനിമകൾ നേർക്ക് നേർ മത്സരിച്ചിട്ടില്ല. മുൻപ് ഇവരുടെ സിനിമകൾ ഏറ്റുമുട്ടാറുണ്ട്. പല ഓണക്കാലത്തും വിഷുവിനും ക്രിസ്തുമസിനും എല്ലാം ഈ രണ്ടുപേരുടെയും ഫാൻസ് ആ സമയങ്ങളിൽ വലിയ ആവേശത്തോടെയായിരിക്കും ഉണ്ടാവുക. മുൻപ് നമ്മൾ ഇത്തരം മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്തൊന്നും ഇവർ തമ്മിൽ വലിയ മത്സരം ഉണ്ടായിട്ടില്ല. അതായത് ഒരുമിച്ച് സിനിമ റിലീസ് ചെയ്തുള്ള മത്സരങ്ങൾ. പക്ഷേ ഇപ്പോൾ മലയാളികൾക്ക് അങ്ങനെ ഒരു വിഷയം വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒക്ടോബറിൽ, അത് മലയാള സിനിമയിലൂടെയല്ല, തമിഴ് സിനിമയിലൂടെ രണ്ട് സിനിമകൾ. ഒന്ന് ധനുഷ് നായകനാവുന്ന ഓം, മറ്റൊന്ന് രജനീകാന്തിന്റെ ജയിലർ 2. ധനുഷിന്റെ ഓമിൽ മമ്മൂട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്നു. അതുപോലെ ജയിലർ 2 നമ്മളെല്ലാവരും കണ്ടതാണ്. ജയിലർ ആ സിനിമയിൽ ലാലേട്ടന്റെ ഗസ്റ്റ് റോൾ. പ്രേക്ഷകർ ഇരു കൈ നീട്ടിയാണ് ലാലേട്ടന്റെ ആ വേഷം സ്വീകരിച്ചത്. ഇപ്പോൾ ജയിലർ 2 വരുന്നു. ഈ രണ്ട് സിനിമകളും ഒക്ടോബറിൽ റിലീസാവുന്നു. വാശിയേറിയ മത്സരം മലയാളികൾ കാത്തിരിക്കുന്നു. അതായത് മമ്മൂക്കിയാണോ ലാലേട്ടനാണോ ഇവിടെ വിജയിക്കുക എന്നുള്ളതാണ് മലയാളികളായിട്ടുള്ള നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതൊരു വലിയ മത്സരമായി കാണുന്നില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ജയിലർ എന്ന സിനിമ ഒരു സാധാരണ സിനിമയല്ല. സിനിമ പരാജയപ്പെട്ടാലും വലിയ കളക്ഷനിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് വലിയ മത്സരം അവിടെ ഉണ്ടാവില്ല എന്നുറപ്പാണ്. തീർച്ചയായും അത് നമ്മൾക്കും അറിയാം. ഇപ്പോൾ ഓം എന്ന സിനിമ വലിയ വിജയമായാൽ കിട്ടുന്ന കളക്ഷൻ ജയിലർ 2 പരാജയമായാലും നേടിയെടുക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ജയിലറിനുള്ള ഒരു ഫാൻ ബേസ് അത്രയും വലുതാണ്. രജനീകാന്താണ് സിനിമയിലെ നായകൻ എങ്കിലും, അതായത് ഫസ്റ്റ് പാർട്ടിൽ മോഹൻലാലിനും ശിവരാജ് കുമാറിനും നല്ല രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. ഗസ്റ്റ് റോൾ ആണെങ്കിലും പ്രേക്ഷകർ ഇരു കൈ നീട്ടിയാണ് രണ്ടുപേരെയും സ്വീകരിച്ചത്. വലിയ വിജയം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ സിനിമ നേടിയെടുത്തു. അഭിനയിച്ച എല്ലാവർക്കും നല്ല രീതിയിലുള്ള കയ്യടി കിട്ടി. പ്രത്യേകിച്ച് മലയാളികൾ ആഗ്രഹിച്ച ലാലേട്ടനെ ജയിലറിലൂടെ നെൽസൺ നമ്മൾക്ക് തന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജയിലർ 2 വരുന്നു. രജനീകാന്തിനൊപ്പം മോഹൻലാലും ശിവരാജ് കുമാറും മാത്രമല്ല, ഹൃതിക് റോഷനും സിനിമയിലുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷ പകരുന്നുണ്ട്. നോർത്തിലും വലിയ തരംഗം സിനിമ ഉണ്ടാക്കും എന്ന് ഉറപ്പായിരിക്കും. ജയിലറിൽ രജനീകാന്തിനെ സഹായിക്കുന്ന ഒരു ഗസ്റ്റ് റോൾ ആയിരുന്നു മോഹൻലാലിന് എങ്കിൽ ഇവിടെ കുറച്ചുകൂടി വലിയ വേഷമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഗസ്റ്റ് റോൾ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി സമയം ലാലേട്ടൻ സ്ക്രീനിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ മോഹൻലാലിനെ നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് എടുത്തു പറയുന്നു. ഓമിൽ ധനുഷാണ് നായകൻ എങ്കിലും മമ്മൂക്കിയുടെ ശക്തമായിട്ടുള്ള ഒരു വേഷം, അതായത് നായകനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള വേഷം മമ്മൂട്ടിക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മികച്ച സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനാണ് ഓം ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ മികച്ചതാവും എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പിക്കാം. മലയാളികൾക്ക് ഇത് വാശിയേറിയ പോരാട്ടമാണ്. മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം. ഒക്ടോബറിൽ ആര് വിജയിക്കും എന്നാണ് മലയാളികൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ള ഭാഷക്കാർ അത് ചർച്ച ചെയ്യുന്നില്ല. ജയിലറിന് ഒത്ത എതിരാളി ഓം അല്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ അഭിപ്രായം. മിക്കവാറും ഓം എന്ന സിനിമയുടെ റിലീസിംഗ് മാറ്റും എന്ന തരത്തിൽ അവർ പറയുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഓമിന്റെ റിലീസ് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജയിലർ വരികയാണെങ്കിൽ. ഒന്നുകൂടി പറയാം, ജയിലർ അതുപോലെ ഓം ഈ രണ്ട് സിനിമകളും ഒരുമിച്ച് വരുമ്പോൾ വലിയ മത്സരമാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കളക്ഷൻ ഏത് സിനിമ നേടും എന്നുള്ള മത്സരമാവില്ല. ഏത് സിനിമ മികച്ചതായിരിക്കും എന്നുള്ള മത്സരമായിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഓം എന്ന സിനിമ വലിയ അഭിപ്രായം നേടി വിജയിച്ചാൽ കിട്ടുന്ന കളക്ഷൻ ജയിലർ 2 പരാജയപ്പെട്ടാലും കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഏതായിരിക്കാം മികച്ച സിനിമ? ആ രീതിയിലുള്ള മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മലയാളികൾ ആഗ്രഹിക്കുന്നത് പോലെ ഇവരിൽ ആരായിരിക്കും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റുക ആ റോളുകളിലൂടെ? അതായത് ഓമിലെ മമ്മൂട്ടിയുടെ വേഷം, ജയിലറിലെ മോഹൻലാലിന്റെ വേഷം, ഇവരിൽ ആരായിരിക്കും പ്രേക്ഷക ഹൃദയം കീഴ്പ്പെടുത്തുക എന്നുള്ള രീതിയിൽ നമ്മൾക്ക് മത്സരിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതായിരിക്കാം പ്രേക്ഷക ഹൃദയം കീഴടക്കുന്ന സിനിമ? കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.